എനിക്ക് പ്രോപ്പർട്ടി കൂടെ പാസീവ് ഇൻകം ഉണ്ടാക്കുന്ന എങ്ങനെയെന്ന് പഠിപ്പിക്കുന്ന ഒരു ക്ലബ്ബുണ്ട്, ദ 1% ക്ലബ്ബ് എന്ന് പറയും. നമുക്ക് അറ്റ് ദ മൊമെന്റ് 11 സ്റ്റുഡൻസ് ഉള്ളത്. അപ്പം വൺ ഓഫ് ദ സ്റ്റുഡൻറ്റ് ഒരു പ്രോപ്പർട്ടി കണ്ടുപിടിച്ച്, അപ്പം ആ ഒരു പ്രോപ്പർട്ടി എങ്ങനെയുണ്ട്, അതിൽ നമുക്ക് പ്രോഫിറ്റ് മേക്ക് ചെയ്യാൻ പറ്റുമോ എന്നെല്ലാം അനലൈസ് ചെയ്യുന്ന ഒരു കോളാണ് നമ്മളിപ്പോൾ അറേഞ്ച് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഒരു മീറ്റിങ്ങിൻ്റെ ഒരു ഷോർട്ട് ക്ലിപ്പ് ഞാൻ കാണിച്ചു തരാം. അപ്പോൾ ഇപ്പം മെസ്സേജ് അയച്ചിട്ടുണ്ട്, നമുക്കിപ്പം മീറ്റിങ്ങിലേക്ക് ജോയിൻ ചെയ്യാം. ലെറ്റ്സ് സീ, നോക്കി നോക്കാം പ്രോപ്പർട്ടി. ഞാൻ സ്ക്രീൻ ഷെയർ ചെയ്യട്ടെയോ? ബ്രോ വീഡിയോയിൽ വരുന്നെങ്കിൽ ക്യാമറ ഓൺ ചെയ്തോ. കുഴപ്പമില്ല. Recording in progress. Chat. Okay, okay, property. So CV1 2BH ഇത് ഫ്ലാറ്റ് ആണോ മിഡ് ടെറസ്ഡ് ഹൗസ് ആണോ? മിഡ് ടെറസ്ഡ് ഹൗസ് ആല്ലേ? ഓക്കെ. ഫേർണിഷ്ഡ് ആല്ലേ? കൊള്ളാലോ. 3 bedroom 1 bathroom ഫേർണിഷ്ഡ്. ഈ ഒരു ലൊക്കേഷനിലെ പ്രോപ്പർട്ടിക്ക് ഇതൊക്കെ തന്നെയാണോ റെന്റ്? റെന്റ് തന്നെയാണ് കാണിക്കുന്നത്. ഞാൻ പണ്ട് ഇവിടെ ഈ ഏരിയയിൽ ഒന്ന് താമസിച്ചിട്ടുണ്ട്. അപ്പൊ നമ്മൾ വന്ന സമയത്ത് അന്ന് ഷെയറിംഗ് ആയിട്ട് 2 മാസം താമസിച്ചിട്ടുണ്ട്. അപ്പൊ ഞാൻ ഒരു 650 ഒക്കെ കൊടുത്തത് ഒരു റൂമിന്. അത് നോക്കണ്ട, കാരണം അതെന്ന് പറഞ്ഞാൽ അന്ന് ബ്രോ താമസിക്കുന്നത് ഒരു HMO പോലെ. അപ്പോൾ ഓരോ റൂമിൽ ഓരോ ആൾക്കാരല്ലേ. അപ്പോൾ ഇത് ഇവർ ഫുൾ വീടായിട്ട് കൊടുക്കുമ്പം ഇത് ഓക്കെ ആണോ എന്ന് ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കണം. ഇതെന്തായാലും നമുക്ക് നോക്കാം. ഇതിപ്പം എന്ത് ചെയ്യാനാണ് ഉദ്ദേശിക്കുന്നത്? സർവീസ്ഡ് അക്കോമഡേഷൻ ആണോ അതോ നമുക്ക് റൂം ബൈ റൂം ബേസിസിൽ കൊടുക്കാനാണോ? ഞാൻ ഏതാ പ്രോഫിറ്റ് നോക്കിയിട്ടാണ് ഞാൻ രണ്ടിനും ഞാൻ റെഡിയാണ്. നമ്മൾ കാൽക്കുലേറ്റ് ചെയ്ത് ഏതാണ് ബെസ്റ്റ് അതാണ് ഞാൻ റെഡിയാണ്. ഞാൻ ആദ്യം HMO ആണ് പ്ലാൻ ചെയ്തത്. ഓക്കെ, അപ്പോൾ നമുക്ക് സ്പെയർ റൂമിലൊന്ന് കയറിയിട്ട് ആ ലൊക്കേഷൻ ഒന്ന് നോക്കി നോക്കാം. ഇത് സ്പെയർ റൂമിന് ഏറിയായിരുന്നു. അപ്പൊ ഡിമാൻഡ് കാണിക്കുന്നത് CV1ന്റെ ഞാൻ ലാപ്പ് വഴിയാണ് എനിക്ക് ഒരു പെറ്റ്. ഓക്കെ, റൂം ഫോർ റെന്റ് കാണിക്കുന്നത് 3113 ആണ് കാണിക്കുന്നത്. 2113. മറ്റേത് 303 അല്ലേ? നമുക്കൊരു കാര്യം ചെയ്യാം, നമുക്ക് CV1 മാത്രമായിട്ട് നോക്കി നോക്കാം. CV1 ജനറലായിട്ട് നോക്കിയിട്ട് 213 ടെസ്റ്റിൽ സെയിം തന്നെയാണ്. ഓക്കെ, അപ്പോൾ അവർ ചാർജ് ചെയ്യുന്നത് ഒരു റൂമിന് 550. ഓൺ സ്വീറ്റിന് 550 നമുക്ക് മാക്സിമം പറ്റത്തുള്ളൂ. കണ്ടോ, ഓൺ സ്വീറ്റ് റൂംസിന്. അപ്പോൾ അതിൽ കൂടുതൽ പറ്റത്തില്ല. 475 ഡബിൾ റൂം. ഇത് ഓൺ സ്വീറ്റ് അല്ല. അപ്പോൾ അപ്പം 4 ബിൽസ് ഇൻക്ലൂഡഡ് 550. ഇതും ഓൺ സ്വീറ്റ് ആണോ? അല്ലാന്ന് തോന്നുന്നു. 450. എനിക്ക് തോന്നുന്നു നമുക്കൊരു 475 ചാർജ് ചെയ്യാൻ പറ്റത്തുള്ളൂ കണ്ടിട്ടേ. അപ്പം 475 വെച്ച് നോക്കിയാ ഇതെന്ത്, ഇത് ബെഡ്റൂം ആണോ? ഇത് 3 ബെഡ്റൂം ആണ്. 3 ബെഡ്റൂം. ഓക്കെ ഓക്കെ. സ്ക്രീൻ കാണുന്നില്ലേ ഷെയർ ചെയ്യുന്നത്? ഓ, കാണുന്നോ? ഇപ്പൊ ഫേസ് ആണ്, സ്ക്രീൻ കാണുന്നല്ലോ. കാണുന്നോ? അപ്പം ഇത് ബെഡ്റൂം അല്ലേ? അത് ഒരു ബെഡ്റൂമാണ്. അതെ, ഇതൊരു ലിവിംഗ് റൂം ആണെന്ന് തോന്നുന്നുണ്ട്. ഇതൊരു ബെഡ്റൂം. ഇത് 3ാമത്തെ ബെഡ്റൂം. ഓക്കെ, എനിക്ക് തോന്നുന്നു ഈ ബെഡ്റൂം അല്ലേ നേരത്തെ കണ്ടെന്ന് തോന്നുന്നു. അതെ. ഓക്കെ, ഇത് 475 വെച്ച് ചാർജ് ചെയ്യാം. 475 വെച്ച് ചെയ്താലും നമുക്ക് എത്ര കിട്ടാനാ? 475 ചെയ്താലും 1500 കിട്ടത്തുള്ളൂ നമുക്ക്. അല്ലേ?
145. റെന്റ് എത്രയുണ്ട്? 100 അല്ലേ? ബാക്കി ബിൽസും കൂടെ കഴിയുമ്പോൾ ഒന്നും കാണത്തില്ല. അതെ. അപ്പം അങ്ങനെയാണ്. അപ്പോൾ ഇതിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്നത് ഈ ബെഡ്റൂംസ് കൂടാതെ ഇത് ഓപ്പൺ പ്ലാൻ അല്ല അല്ലേ? ഓക്കെ, സോ ഇത് ബെഡ്റൂം ആക്കാൻ പറ്റത്തില്ല എനിവേ. അതാണ് ഞാനൊന്ന് ഇല്ല, ആലോചിച്ചത്. ഇത് പറ്റത്തില്ല. ഇല്ല, കാരണം ഓരോ റൂമിലും ഓരോ ആൾക്കാരല്ലേ. അപ്പോൾ ഇത് ബെഡ്റൂം ആക്കി കഴിഞ്ഞാലും ഈ ബെഡ്റൂമിൽ കൂടെ പോകേണ്ടി വരും കിച്ചണിലേക്ക്. കണ്ടോ, കിച്ചൺ എവിടെയാ? കണ്ടോ? അപ്പോൾ അത് ഇമ്പോസിബിളാ. കാരണം ഇവിടെ ഒരാൾ കിടക്കുവാണെങ്കിൽ അതിൽ കൂടെ ഇങ്ങനെ പോയി കഴിഞ്ഞാൽ നമുക്ക് ഒരിക്കലും 500 475 ചാർജ് ചെയ്യാൻ പറ്റത്തില്ല ഇയാൾക്ക്. അപ്പം അങ്ങനെ ഒരു ഇഷ്യൂ ഉണ്ട്. അപ്പോൾ നമുക്കിത് Airbnb ആണെങ്കിൽ എങ്ങനെ നോക്കാം, നമുക്ക് നോക്കി നോക്കാം. HMO ആയിട്ട് പറ്റത്തില്ല, ഇതിപ്പോൾ പ്രോഫിറ്റബിൾ ആയിരിക്കത്തില്ല. അല്ലെങ്കിൽ ഇത് നല്ലപോലെ ബാർഗെയിൻ ചെയ്ത് കുറയ്ക്കേണ്ടി വരും. സ്റ്റിൽ അവർ സമ്മതിക്കാൻ ചാൻസ് ഇല്ല. കാരണം ഓൾറെഡി ഇത് ഫേണിഷ്ഡ് ഒക്കെയാണ്, നമുക്കൊന്നും ചെയ്യാനൊന്നുമില്ല. സോ ഇത് 3 ബെഡ്റൂം 1100. അപ്പോൾ നമുക്ക് ആവറേജ് നൈറ്റ്ലി പ്രൈസ് ഓർമ്മയുണ്ടോ ഞാൻ പറഞ്ഞ ട്രിക്ക്? അതെ, ഓർമ്മയുണ്ട്. ഞാൻ DNAയിൽ നോക്കിയായിരുന്നു. 129 ആണ് ആവറേജ് കാണിക്കുന്നത്. ഓക്കെ, നമുക്ക് ജസ്റ്റ് ഒന്ന് Airbnb ഒന്ന് നോക്കി നോക്കാം. Airbnb കയറി ഓക്കെ, ലൊക്കേഷൻ ഇതെല്ലാം 2 ബെഡ്റൂം 4 ബെഡ്റൂം 3 ബെഡ്റൂം 123. ഇത് ഈ ഒരു കണ്ടീഷൻ ഡെഫിനറ്റ്ലി നമുക്ക് ആക്കിയെടുക്കാവുന്നതാണ്. കാരണം സിമിലർ ആണെന്ന് തോന്നുന്നല്ലേ? അതെ, ഏകദേശം. പക്ഷെ ഇവർക്ക് എത്ര ബാത്റൂം ഉണ്ടെന്ന് നോക്കണം. ഇവർക്ക് ഇതുണ്ട 2.5 ബാത്റൂം ഉണ്ട്, മനസ്സിലായോ? അപ്പോൾ നമുക്ക് അത്രയും പറ്റത്തില്ല. 2.5 എന്ന് പറയുമ്പോൾ 2 ഫുൾ ബാത്റൂമും ഒരു ലൂ ഉണ്ട്, മനസ്സിലായില്ലേ? അപ്പം അത് നമുക്ക് പറ്റത്തില്ല. മുമ്പ് ഇതൊക്കെ ഹൗസാ. 3 ബെഡ്, ഇവിടെ 2 ബെഡ്റൂംസ് പക്ഷെ 3 ബെഡ്. ലിവിങ് റൂമിലിട്ടേക്കുന്നത് 95 68 1.5 ബാത്റൂം. ഇത് നമുക്കൊരു 75 ചാർജ് ചെയ്യാൻ പറ്റത്തുള്ളൂ, മനസ്സിലായോ? 75 80. അപ്പം അത് മിനിമം ആയിട്ട് വേണമെങ്കിൽ കാണാം. പക്ഷെ കൂടുതൽ ചാർജ് ചെയ്യാനും പറ്റും. നമുക്ക് ഒരു 110 120 ചാർജ് ചെയ്യാം. പക്ഷെ അതിന് പ്രശ്നം വരുന്നത് ഞാൻ പറയാം. ഇത് കണ്ട, ഇവർ 125 ചാർജ് ചെയ്യുന്നത്. 3 ബെഡ്റൂം 2.5 ബാത്റൂം ഉണ്ട്. നമുക്കൊരു 110 മാക്സിമം പറ്റത്തുള്ളൂ, മനസ്സിലായോ? അപ്പോൾ 110 മാക്സിമം, മിനിമം ഒരു 75 80. അപ്പം അങ്ങനെ വരുമ്പോൾ പ്രശ്നം ഞാൻ പറഞ്ഞുതരാം. നമ്മളെ റെന്റ് എത്രയാ? 1100 അല്ലേ? 1100 വരാൻ നേരത്തെ ഞാൻ ഒന്ന് പറഞ്ഞ ഓർമ്മയുണ്ട്, റെന്റിന്റെ 10% നമുക്ക് ആവറേജ് നൈറ്റ്ലി പ്രൈസ് കിട്ടണം, മനസ്സിലായോ? അപ്പം റെന്റ് 1100. അപ്പോൾ ഇത് കുറയ്ക്കാൻ നോക്കണം. ഇതൊരു 850 ആയാൽ നമുക്കിത് Airbnb ആയിട്ട് ചെയ്യാൻ പറ്റും, മനസ്സിലായില്ലേ? അപ്പോൾ 850 മേലെയാണെങ്കിൽ നടക്കത്തില്ല. കാരണം നമ്മളിപ്പോൾ നോക്കിയപ്പം നമുക്ക് മിനിമം ഒരു 75 80 ആണ് നമുക്ക് ചാർജ് ചെയ്യാൻ പറ്റുന്നത് ഒരു നൈറ്റിന്, ഒരു ഫുൾ വീടിന്. മാക്സിമം നമുക്ക് ചാർജ് ചെയ്യാൻ പറ്റുന്നത് 110 പൗണ്ട്സ് ഒക്കെ ആയിരിക്കും. ഈ വീടൊക്കെ കണ്ട, ഇതൊക്കെ സിമിലർ ആയിരിക്കും. ഇതിൻ്റെ 110 നമുക്ക് മാക്സിമം ചാർജ് ചെയ്യാൻ പറ്റും. അപ്പോൾ നമ്മൾ ആവറേജ് ആണ് ഞാൻ പറഞ്ഞത്. അപ്പം ആവറേജ് എന്ന് പറയുമ്പം നോക്കി 110 പ്ലസ് 80 ഡിവൈഡഡ് ബൈ 2 നമുക്ക് 95 വരുന്നുള്ളൂ. നമ്മളെ റെന്റ് എത്രയാ? 1100. അപ്പം 10% ആവുന്നില്ല, മനസ്സിലായില്ലേ? കാരണം 10% എന്ന് പറയുമ്പോൾ 110 കിട്ടണം നമുക്ക് ഒരു നൈറ്റിന്. അപ്പോൾ 110 നമുക്ക് ചാർജ് ചെയ്യാൻ പറ്റത്തില്ല. അപ്പം റെന്റ് 850 ആണ് എന്നുണ്ടെങ്കിൽ 85 പൗണ്ട് ആണല്ലോ. 85 കുഴപ്പമില്ലല്ലോ, മനസ്സിലായില്ലേ? ക്ലിയർ ആയിരുന്നു അത്? അതെ. അപ്പം HMO ആയിട്ട് പോക്കാവത്തതിൻ്റെ റീസൺ നമുക്ക് ഒരു റൂമിന് 475 ചാർജ് ചെയ്യാൻ പറ്റും. ഈവൻ 500 ചാർജ് ചെയ്താലും 1500 കിട്ടും. 1500 കിട്ടി റെന്റ് കൊടുത്തു കഴിയുമ്പോൾ ബാക്കി 400 ഉണ്ട്. 400 ബിൽസിന് പോവും, ബാക്കി പ്രോഫിറ്റ് കാണത്തില്ല, മനസ്സിലായോ? അങ്ങനെ ഒരു ഇഷ്യൂ വരുന്നുണ്ട്. പിന്നെ റൂം വലുതായിരുന്നു എന്നുണ്ടെങ്കിൽ നമുക്ക് റൂം സ്പ്ലിറ്റ് ചെയ്തൊക്കെ കൊടുക്കാറുണ്ട്. ലൈക്ക് ഒരു കപ്പിളിന് കൊടുക്കുമ്പോൾ കുറച്ചൊക്കെ കൂടുതൽ ചാർജ് ചെയ്യാം ഒരു റൂമിനൊക്കെ, 2 ആൾക്കാർ നിൽക്കാൻ നേരത്തെ. പക്ഷേ സ്റ്റിൽ നമുക്ക് അത്ര വലിയ റൂം അല്ല. അതുമല്ല എല്ലാവരും ഓക്കെ ആയിരിക്കത്തില്ല. ഒരു റൂമിൽ ഒരു കപ്പിളും മറ്റേ റൂമിൽ വേറെ ആൾക്കാരും ഉള്ളപ്പോൾ അവർ നിൽക്കാനൊന്നും ഹാപ്പി ആയിരിക്കത്തില്ല.
അതെ 1 ബാത്തുമാണ്. അതാണ് വേറെ ഒരു പ്രശ്നം. അപ്പം ബേസിക്കലി HMO ആയിട്ട് റൺ ആവത്തില്ല. പക്ഷേ ഇവർ സമ്മതിച്ചോ കമ്പനിയിലെറ്റ്? സമ്മതിച്ചു. അടിപൊളി. അപ്പോൾ ഇവർ സമ്മതിച്ച സ്ഥിതിക്ക് ഇനി ജിതിൻ്റെ നെക്സ്റ്റ് മൂവ് എന്താണെന്ന് വെച്ചാൽ ഇവരുടെ വെബ്സൈറ്റിൽ കയറണം. കാരണം ഇവർ സമ്മതിച്ച് കഴിഞ്ഞല്ലോ. ഏതാളാണ് സമ്മതിച്ചതെന്ന് പറഞ്ഞാൽ അയാളോട് മാത്രമേ ഇനി സംസാരിക്കാവൂ, വേറെ ഏജൻസുമായിട്ട് സംസാരിക്കില്ലേ. ഇനി എപ്പോൾ ഇവരെ കോൾ ചെയ്താലും ഇപ്പോൾ ഡീൽ ചെയ്യുന്ന അക്സെപ്റ്റ് ചെയ്ത ഏജൻറ്റുമായിട്ട് മാത്രമേ സംസാരിക്കാവൂ. എന്നിട്ട് ഇവരുടെ വെബ്സൈറ്റിൽ കയറിയിട്ട് ഇവർക്ക് ഏതൊക്കെ പ്രോപ്പർട്ടി ഉണ്ടെന്ന് ചെക്ക് ചെയ്യണം. അതിൽ ഏതൊക്കെ പ്രോപ്പർട്ടി ആണോ HMO ആയിട്ട് റൺ ചെയ്യാൻ പറ്റുന്നത് എന്ന് ചെക്ക് ചെയ്തിട്ട് ആ പ്രോപ്പർട്ടി കമ്പനിയിലിട്ട് തരാമോ എന്ന് ചോദിക്കണം. മനസ്സിലായോ? ഇപ്പം ഇതിന് കിട്ടിയ മെയിൻ എന്താ പറയുക, മെയിൻ ഇപ്പം ഒരു ഗോൾ എന്ന് പറഞ്ഞാൽ നമുക്ക് ഈ ഒരു പ്രോപ്പർട്ടി എടുത്ത് റൺ ചെയ്യണം എന്നില്ല. ഒരു ഏജന്റ് അക്സെപ്റ്റ് ചെയ്ത് കഴിഞ്ഞു, അതിലും വലിയ കാര്യമാണ് അത്. മനസ്സിലായില്ലേ? ഏജന്റ് അക്സെപ്റ്റ് ചെയ്യാന്ന് വെച്ചാൽ ചെറിയ കാര്യമില്ല. ഇവർ കിട്ടിക്കഴിഞ്ഞാൽ ഇനി ഇവർ ത്രൂ ഉള്ള ഏത് പ്രോപ്പർട്ടി എടുക്കാൻ പറ്റും ആ ഒരു സ്പെസിഫിക് ഏജന്റ് ത്രൂ. അപ്പം നേരെ ഈ വെബ്സൈറ്റിൽ കയറുക, അവരുടെ പ്രോപ്പർട്ടീസ് ഏതൊക്കെ ഉണ്ടെന്ന് ചെക്ക് ചെയ്യുക. എന്നിട്ട് ഞാൻ ഈ പറഞ്ഞ പോലെ സ്പെയർ റൂമിൽ കയറി ചെക്ക് ചെയ്ത് CV1 വേറെ ലൊക്കേഷൻ ആണെങ്കിലും എല്ലാം ചെക്ക് ചെയ്ത് ഏതെങ്കിലും ഒന്ന് വർക്ക് ആവും എന്നുണ്ടെങ്കിൽ ഈ ഇപ്പം അക്സെപ്റ്റ് ചെയ്ത സെയിം ഏജന്റ് തന്നെ ഫോൺ ചെയ്ത് കണക്ട് ചെയ്യാൻ പറഞ്ഞിട്ട് അതിന് വ്യൂയിങ് അറേഞ്ച് ചെയ്യണം. വ്യൂയിങ് അറേഞ്ച് ചെയ്തിട്ട് അവിടെ ചെന്നതിന് ശേഷം റെൻറ്റ് ബാർഗെയിൻ ചെയ്യും വേണം. അത് കണക്ക് ഫർണിച്ചറിൻ്റെ കാര്യങ്ങൾ ഇൻസെൻറ്റീവ് എല്ലാം പറഞ്ഞു കഴിഞ്ഞാൽ ആ പ്രോപ്പർട്ടി എടുക്കാൻ നോക്കണം. അപ്പോൾ ഡെഫിനറ്റ്ലി, കാരണം അത് വർക്ക് ആവും. കാരണം ജിതിന് ഓൾറെഡി ഇവരുടെ വെബ്സൈറ്റിൽ കയറി ചെക്ക് ചെയ്ത് കഴിഞ്ഞില്ലേ? ഞാൻ കുറെ പ്രോപ്പർട്ടി ചെക്ക് ചെയ്തു. ആണോ? അവിടെ എനിക്ക് കുറച്ച് പ്രോപ്പർട്ടി അയച്ചു തന്നു. ആണോ? ആ, അപ്പോൾ അത് ഡെഫിനറ്റ്ലി കയറി നോക്കണം. ഇവരുടെ വെബ്സൈറ്റിൽ കയറി ജസ്റ്റ് ഏതെങ്കിലുമൊക്കെ ചെക്ക് ചെയ്ത് നോക്കിയാൽ നമുക്കറിയാം HMO ആയിട്ട് വർക്ക് ആവുന്ന ഏതെങ്കിലുമൊക്കെ ഉണ്ടോന്നേ. അപ്പോൾ അവര് ആണോ? ഓ, ഇതൊക്കെ ഉണ്ട് പ്രൊഫഷണൽസ് ആൻഡ് സ്റ്റുഡൻസ്. അവർ ഭയങ്കര ഫ്ലെക്സിബിളാ, മനസ്സിലായില്ലേ? അതുകൊണ്ട് അവർ ഇതൊക്കെ മോസ്റ്റ് പ്രോബ്ലി റൂംസ് ആയിരിക്കും ഈ കൊടുത്തേക്കുന്നതൊക്കെ. ഉണ്ടോ? അതാ 385 കൊടുത്തേക്കുന്ന. നമുക്ക് ഫുൾ വീടായിട്ടുള്ളത് അവരോട് ചോദിച്ചാൽ അവർ തന്നെ അയച്ചു തരും. എന്നിട്ട് അതിൽ നിന്ന് ഞാൻ ഈ പറഞ്ഞ പോലെ സ്പെയർ റൂമിൽ കയറി ചെക്ക് ചെയ്യണം, ഏതാണോ വർക്ക് ആവുന്നതെന്ന് നോക്കണം. ആ ഒരു സ്പെസിഫിക് പ്രോപ്പർട്ടി വ്യൂയിങ് അറേഞ്ച് ചെയ്തിട്ട് അവിടെ ചെന്ന് ഇത് ബാർഗെയിൻ ചെയ്യാൻ നോക്കണം. എന്നിട്ട് ഫസ്റ്റ് തന്നെ ഫിഗേഴ്സൊക്കെ ചെയ്ത് നോക്കണം. അറ്റ്ലീസ്റ്റ് ഒരു 500 പൗണ്ട് പ്രോഫിറ്റ് വരുന്നത് ക്വിക്കായിട്ട്. കാരണം ഇവർ അക്സെപ്റ്റ് ചെയ്ത് കഴിഞ്ഞല്ലോ. അക്സെപ്റ്റ് ചെയ്ത് കഴിഞ്ഞ സ്ഥിതിക്ക് ഫിഗേഴ്സ് ചെയ്ത് നോക്കുന്നതുകൊണ്ട് കുഴപ്പമില്ല. അല്ലാതെ അക്സെപ്റ്റ് ചെയ്യാത്ത പ്രോപ്പർട്ടി നമ്മൾ വെറുതെ ഫിഗേഴ്സ് ചെയ്ത് സമയം കളയേണ്ട കാര്യമില്ല. കാരണം അവിടെ ചെല്ലുമ്പോൾ അവർ നോ പറഞ്ഞാൽ എല്ലാം വേസ്റ്റ് ആയില്ലേ. അപ്പോൾ അതുകൊണ്ട് ഫസ്റ്റില് നമുക്ക് ഈ പറഞ്ഞ പോലെ അവർ അക്സെപ്റ്റ് ചെയ്ത് കഴിഞ്ഞ സ്ഥിതിക്ക് ആ ഒരു പ്രോപ്പർട്ടി, അവരുടെ എല്ലാ പ്രോപ്പർട്ടി എടുത്ത് സ്പെയർ റൂമിൽ കയറി സപ്ലൈ ഡിമാൻഡൊക്കെ ചെക്ക് ചെയ്തതിന് ശേഷം ഓക്കെ ആയിട്ടുള്ള ഒരു പ്രോപ്പർട്ടി അതിൻ്റെ വ്യൂയിങ് അറേഞ്ച് ചെയ്യുക, അവിടെ ചെല്ലുക, റെൻറ്റ് ബാർഗെയിൻ ചെയ്യുക. ഒബ്വിയസ്ലി അവർ അക്സെപ്റ്റ് ചെയ്ത് കഴിഞ്ഞു. പിന്നെ ഒരു റെൻറ്റിൻ്റെ ഒരു നെഗോഷിയേഷൻ മാത്രമേ നമുക്ക് ആവശ്യം വരുന്നുള്ളൂ. എന്നിട്ട് അത് സംസാരിച്ച് പ്രോപ്പർട്ടി എടുക്കുക. എന്നിട്ട് ജിതിന് എടുക്കണമെങ്കിൽ എടുക്കാം, അല്ലെങ്കിൽ നമുക്ക് ഇൻവെസ്റ്റേഴ്സിന് വിറ്റ് കൊടുക്കാം. ഓക്കെ. അപ്പൊ ഇത് ഞാനിങ്ങനെ സ്റ്റാർട്ട് ചെയ്തു. ആദ്യം വിളിച്ചു. അപ്പൊ ഒരു ലേഡിയാണ് എടുത്തത്. ഓക്കെ. അപ്പൊ ലേഡി കുറെ കാര്യങ്ങൾ ചോദിച്ചു. അപ്പൊ എത്ര ടെനൻസ് മൂവ് ഇൻ ചെയ്യുമെന്ന് ചോദിച്ചു. ഓക്കെ. ഞാൻ പറഞ്ഞു 4 to 5 ഡിപ്പെൻസ് ആണെന്ന് പറഞ്ഞു. 4 to 5 ഒക്കെ ചെയ്യുന്നു. അപ്പൊ അവരൊന്നും ഓക്കെ അതൊരു പ്രോബ്ലം അല്ല എന്ന് പറഞ്ഞു. ആദ്യം കുറെ നേരം സംസാരിക്കേണ്ടി വന്നു. പിന്നെ അവള് ഇപ്പൊ അവിടെ താമസിക്കുന്നുണ്ടല്ലോ ഒരു ടെനന്റ്. അപ്പൊ അവർക്ക് ഫ്രൈഡേ ഓക്കെ ആണോ, ഏത് ദിവസം ഓക്കെ ആണോ എന്ന് വെച്ചിട്ട് വിളിക്കാന്ന് പറഞ്ഞു. അപ്പൊ പിറ്റേ ദിവസം വിളിച്ചില്ല. അപ്പൊ ഞാൻ തിരിച്ചു വിളിച്ചു. അപ്പൊ ഒരു ആണാണ് എടുത്തത്. അപ്പൊ അവൻ വലിയ താല്പര്യം കാണിച്ചില്ല. അപ്പൊ ഞാൻ ഓക്കെ എന്ന് പറഞ്ഞ് വെച്ചു. പിന്നെ ഞാൻ ഒന്നുകൂടെ ട്രൈ ചെയ്തു. ഓക്കെ. അപ്പൊ ആ ലേഡീനെ കിട്ടി. അപ്പൊ പിന്നെ സംസാരിച്ചു. അപ്പൊ ഞാൻ പറഞ്ഞത് എന്റെ അവിടെ നോട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അവര് എന്റെ സിസ്റ്റത്തിൽ തന്നെ വെച്ചിട്ടുണ്ടായിരുന്നു. ഞാൻ കമ്പനി ലെറ്റാണ് നോക്കുന്നത്, ക്ലയൻസ് ആണ് ടെനൻസ് എന്ന് ഇട്ടിട്ടുണ്ടായിരുന്നു. എന്റെ അങ്ങനെയല്ലേ എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞ അതെ, ക്ലയൻസ് ആണ് ടെനൻസ്, എന്റെ കമ്പനിയാണ്. ഞാൻ മാനേജ് ചെയ്യും, റെന്റ് കറക്റ്റ് ആയിട്ട് ആ രീതിയിൽ സംസാരിച്ച് കുറച്ചുകൂടെ ഒന്നും സംസാരിച്ച് ഓക്കെ വ്യൂവിങ് അങ്ങനെ രീതിയിലായിരുന്നു. അപ്പം അതെന്തായാലും കാര്യമായി. അങ്ങനെ ഒരെണ്ണം ഇപ്പോൾ ഒരാളെ അറിയാമല്ലോ. ആ ഒരു സ്പെസിഫിക് ലേഡി അക്സെപ്റ്റ് ചെയ്യുകയാണെങ്കിൽ ഇനി എപ്പോഴും ആ ലേഡിയായിട്ട് മാത്രമേ ഡീൽ ചെയ്യാവൂ. ഇനി ആര് വിളിക്കുമ്പോൾ വേറെ ആരെടുത്താലും പറഞ്ഞാൽ മതി, കുഡ് യു പ്ലീസ് കണക്ട് മീ ടു ദിസ് പേഴ്സൺ എന്ന് പറഞ്ഞാൽ മതി. ടു ടോക്ക് അബൌട്ട് ദിസ് ആൻഡ് ദിസ് പ്രോപ്പർട്ടി എന്ന് പറഞ്ഞാൽ മതി. അത്രയേ ഉള്ളൂ. മനസ്സിലായില്ലേ? കാരണം ഞാൻ വലിയ ഇതില് പെട്ടെന്നൊരു ഇതില് പേര് വയ്ക്കാൻ
അയ്യോ ഭയങ്കര ഇമ്പോർട്ടൻ്റാണ്. കാരണം ഒരു ആ സെയിം ഏജൻസിയിൽ ഒരു ഏജന്റ് സമ്മതിച്ചെന്ന് പറഞ്ഞ് ബാക്കി ഒരാൾ സമ്മതിക്കണം എന്നില്ല. അപ്പോൾ നമുക്ക് അവരെ തന്നെ വേണം, മനസ്സിലായോ? എന്നാലേ ഇനിയിപ്പം ഒന്നും മെനക്കെടാനില്ല. ഇനി പുതിയ ഏജൻസ് നോക്കിയേ വേണ്ട, ജസ്റ്റ് ഇവരുടെ വെബ്സൈറ്റിൽ മാത്രം ചെക്ക് ചെയ്യുക എപ്പോഴും. എന്നിട്ട് എല്ലാ പ്രോപ്പർട്ടിയും നല്ലപോലെ ഫിൽട്ടർ ചെയ്ത് ചെക്ക് ചെയ്യുക. പ്രോഫിറ്റ് മിനിമം 500 HMO തന്നെ നോക്കിയാൽ മതി ഫസ്റ്റ്. SA നമുക്ക് പിന്നെ നോക്കാം. നേരെ എടുക്കുക, മിനിമം 500 എടുക്കുക, ചെല്ലുക, വ്യൂ ചെയ്യുക, നെഗോഷിയേറ്റ് ചെയ്യുക. കമ്പനിയിലെ എനിവേ അക്സെപ്റ്റ് ചെയ്ത് കഴിഞ്ഞു, അപ്പോൾ തന്നെ നമുക്ക് സോഴ്സ് ചെയ്ത് വിടാം, മനസ്സിലായോ? അപ്പോൾ അവർ അത്രയും ഹാപ്പി ആവും. നമ്മൾ പ്രോപ്പർട്ടി എടുത്ത് അത്രയും വർക്ക് ചെയ്ത് ഗ്യാരണ്ടീഡ് റെന്റ് കൊടുക്കുമ്പോൾ അവർ ഹാപ്പി ആവും. അങ്ങനെയാണ് റിലേഷൻഷിപ്പ് ബിൽഡ് ചെയ്യുന്നത്. എന്നിട്ട് നമ്മൾ പല പല പ്രോപ്പർട്ടീസ് എടുക്കുമ്പോൾ പിന്നെ അവർ ഒന്നും പഠിക്കത്തില്ല. വരുന്ന എല്ലാം ഫസ്റ്റ് നമ്മളായിരിക്കും വിളിക്കുന്നത്. അവരുടെ വെബ്സൈറ്റിൽ ഇടുന്നതിന് മുന്നേ അവർ ജിതിനെ തന്നെ കോൺടാക്ട് ചെയ്യും, മനസ്സിലായോ? ഇത് പൊയ്ക്കോ, ഇത് ഡെഫിനറ്റ്ലി ആ ലേഡിയാണോ വരുന്നത്? മാക്സിമം ആ ലേഡിയെ തന്നെ ആക്കാൻ നോക്ക്. എന്നിട്ട് ആ ലേഡിയാണ് എന്നുണ്ടെങ്കിൽ നാളെ എപ്പോഴാണോ വീടിന് പോകുന്നത് അതിന് മുന്നേ തന്നെ ഇവരുടെ, കാരണം ഇതിപ്പോ വർക്ക് ആവില്ലെന്ന് ഉറപ്പായല്ലോ. അപ്പോൾ നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഇവരുടെ വെബ്സൈറ്റിൽ കയറി ബാക്കി ഏതെങ്കിലും പ്രോപ്പർട്ടി പെട്ടെന്ന് 1 or 2 കണ്ടുപിടിക്കാൻ നോക്കുക. എന്നിട്ട് ആ വ്യൂവിന് ചെന്നിട്ട് ആ പ്രോപ്പർട്ടിയും കൂടെ തിരക്കുക, മനസ്സിലായോ? എന്നിട്ട് അതിനെപ്പറ്റി എൻക്വയറി ചെയ്യുക. എന്നിട്ട് അതിൻ്റെയും കൂടെ വ്യൂയിങ് അറേഞ്ച് ചെയ്യാൻ പറ്റുമോ? പക്ഷെ ആ ഒരു ഏജന്റ് തന്നെ വന്നാൽ അത്രയും നല്ലത്. വേറെ ആരെങ്കിലും ആണെങ്കിൽ അവർ ചോദിക്കും, നിങ്ങൾ പല പല പ്രോപ്പർട്ടി എന്തിനാണ് നോക്കുന്നതെന്ന് അവർ ചോദിക്കും. പിന്നെ അവർ ചിലപ്പം നോ എന്ന് പറഞ്ഞു കളയും, മനസ്സിലായോ? അതുകൊണ്ട് ഡയറക്റ്റ്ലി ആ ലേഡിയായിട്ട് തന്നെ ഡീൽ ചെയ്യാൻ നോക്കുക. വേറൊരാളുടെയും നോ കേൾക്കാൻ നിൽക്കല്ലേ. അതിന് മുന്നേ അവരുമായിട്ട് അങ്ങ് ഡീൽ ചെയ്യണം, ആ ലേഡിയായിട്ട് ഡീൽ ചെയ്യണം. അത് ഫോൺ എടുത്താൽ നമുക്ക് കണക്ട് ചെയ്യാൻ പറ്റില്ല. നമുക്ക് ഇഷ്ടമുള്ള ഏജന്റുമായിട്ട് കണക്ട് ചെയ്യാം, അതൊന്നും ഒരു ഇഷ്യൂസും ഇല്ല. നമ്മൾ ഇഷ്ടം അത്, മനസ്സിലായില്ലേ? പിന്നെ ആള് തന്നെ വ്യൂയിങ്ങിന് ആര് വേണമെങ്കിലും അവർക്ക് വിടാം. പക്ഷെ സംസാരിക്കുന്നത് ജിതിന് ആരടുത്ത് വേണമെങ്കിലും സംസാരിക്കാം, അത് നമ്മൾ ഇഷ്ടം. അത് നമ്മുടെ റെക്കോർഡിങ്സ് കാണുമല്ലോ, അപ്പൊ അവരോട് ലാസ്റ്റ് സംസാരിച്ചല്ലേ അവരായിട്ട് സംസാരിക്കണം എന്നുള്ള രീതി പറയാം. ഓക്കെ, അങ്ങനെ സംസാരിച്ചാൽ ഞാൻ പറഞ്ഞല്ലോ, അക്സെപ്റ്റ് ഒരാൾ അക്സെപ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ അവരുമായിട്ട് മാത്രമേ നമ്മൾ ഡീൽ ചെയ്യാം, വേറെ ആരുമായിട്ടും മിണ്ടല്ലേ. പിന്നെ കൺവിൻസ് ചെയ്യേണ്ട കാര്യമില്ലല്ലോ, പകുതി ജോലി കഴിഞ്ഞ് കിട്ടിയില്ലേ, മെയിൻ ജോലി കഴിഞ്ഞ് കിട്ടി. ഇനി ആകെ ജിതിന്റെ ജോലി പ്രോഫിറ്റ് ഏത് പ്രോപ്പർട്ടിക്കാണോ ഉള്ളത് അത് കണ്ടുപിടിക്കുക, പരിപാടി കഴിഞ്ഞു. അതെ, ഈ പ്രോപ്പർട്ടി ജസ്റ്റ് കാണുക. അതെ, കാണുക. അത് കാണുന്നതിന് മുന്നേ ഞാൻ പറഞ്ഞ ഇവരുടെ വെബ്സൈറ്റിൽ കയറുക, ചെക്ക് ചെയ്യുക, ഒരു അറ്റ്ലീസ്റ്റ് ഫ്യൂ പ്രോപ്പർട്ടീസ് കണ്ടുപിടിക്കുക, അവിടെ ചെന്നിട്ട് അതിനെപ്പറ്റി എൻക്വയറി ചെയ്യുക. അതാണ് മെയിൻ തിങ്. പക്ഷെ അവിടെ ചെന്ന് അവരുമായിട്ട് സംസാരിക്കണം. നല്ല, ഞാൻ പറഞ്ഞില്ലേ, റിലേഷൻഷിപ്പ് ബിൽഡ് ചെയ്യാനും സംസാരിക്കുന്ന സ്കിൽസ് കൂട്ടാനൊക്കെ ആയിട്ട് നമ്മൾ അവരുമായിട്ടെല്ലാം ഡീൽ ചെയ്യണം. എന്നിട്ട് മെയിൻലി ബാക്കിയുള്ള പ്രോപ്പർട്ടിയെ പറ്റി എൻക്വയറി ചെയ്യാം. അവര് കുറച്ച് പ്രോപ്പർട്ടി അയച്ചു തന്നതിൽ ഒരു 4 bed 4 bath ഒക്കെ വരുന്നുണ്ട്, ഒരു 1.6 എല്ലാം ചെക്ക് ചെയ്ത് നോക്ക്. അതിന്റെ എല്ലാം ചെക്ക് ചെയ്ത് നോക്കാം, നമുക്ക് പ്രോഫിറ്റ് ചെക്ക് ചെയ്യാം. 4 bed 4 bath എത്രയാ? ഒരു മിനിറ്റ്, ഞാൻ മെയിലിൽ കിടക്കുവാണ്, മെയിൽ 1650 തോന്നുന്നുണ്ട്. 4 bed 4 bath അത് ഓൾ ഓൺ സ്വീറ്റ് ആണോ? കാരണം 4 bed 4 bath എന്ന് പറയുമ്പോൾ ഓൺ സ്വീറ്റ് ആയിരിക്കുമല്ലോ. എത്രയായിരുന്നു? 1600 ആണ് ഇട്ടേക്കുന്നത്. ഞാൻ ജസ്റ്റ് മെയിൽ നോക്കാം എന്റെ സിസ്റ്റത്തിൽ. അതെ, 4 bed 4 bath CV3 ഇല്ലേ? CV3. അപ്പോൾ ഓൾ ഓൺ സ്വീറ്റ് ആയിരിക്കുമല്ലോ അങ്ങനെയാണെങ്കിൽ. ഓൺ സ്വീറ്റ് ആണ്. ഓക്കെ, 4 ഓൺ സ്വീറ്റ്, പ്രൊഫഷണൽ കൺസിഡേർഡ്. CV3 എന്ന് പറഞ്ഞു. CV3 1AD, ചാർലി വിക്ടർ 31 ആൽഫ ഡെൽ. ഇത് നല്ല ലൊക്കേഷനാ CV3, മനസ്സിലായോ? ഇത് ഓക്കെ. മിനിമം ബഡ്ജറ്റ് 600, 750, 650. ഓ, ഇത് പ്രോഫിറ്റബിൾ ആ പ്രോപ്പർട്ടി, സംശയമില്ല. അതെ, അപ്പം
എത്ര 1600 അല്ലേ? 1100 കിടക്കുന്നത് പെർ മന്ത്. 4 ബെഡ് 4 ബാത്തിന് 1100 അങ്ങനെ കിടക്കുന്നത്. അത്രേ ഉള്ളോ? അങ്ങനെ കിടക്കുന്നത്. നല്ല കണ്ടീഷൻ ആണോ പ്രോപ്പർട്ടി? അത് നല്ലതായിട്ട് തോന്നുന്നുണ്ട്. ഫുൾ പോസ്റ്റ് കോഡ് എന്ന് പറഞ്ഞാൽ CV3 1AD ആൽഫ ഡെൽറ്റ. ഞാൻ ബ്രോക്ക് ഇമെയിൽ അയക്കാനേ പറ്റിയതിന്റെ പറ്റുന്നുള്ളൂ. കാരണം ഞാൻ റൈറ്റ് മൂവിൽ വന്ന ഈ പ്രോപ്പർട്ടി കാരണം ഈ ഫോണിലായിട്ട് ഭയങ്കര കിട്ടുന്നില്ല. നമുക്ക് 575 ചാർജ് ചെയ്യാൻ പറ്റൂ. നമുക്ക് നോക്കി നോക്കാം എന്താ. 575 × 4 2300 മൈനസ് റെന്റ് എത്രയായിരുന്നു? 100. അപ്പൊ നേരത്തെ പറഞ്ഞ 1400 ഇത് പ്രോഫിറ്റബിളാ. ഉണ്ടാ 520 പൗണ്ട് പ്രോഫിറ്റ് വരും. മനസ്സിലായില്ലേ? ഇത് ഇച്ചിരി ഇത് ആ പ്രോപ്പർട്ടി പോലെ തന്നെ വൃത്തിയുണ്ട്. മീൻസ് നീറ്റ് ക്ലീൻ ഒക്കെ തോന്നുന്നുണ്ട്. നല്ല ഇതായിട്ട് ഞാൻ ലിങ്ക് വാട്സാപ്പിൽ അയച്ചേക്കാം. എനിക്ക് ഇപ്പൊ എടുക്കാൻ പറ്റുന്നില്ല. കുഴപ്പമില്ല. ഇത് അത് എനിക്ക് റെന്റും ഇത് മാത്രം കേട്ടാ മതി, പോസ്റ്റ് കോഡും അത് മതി. അത് പ്രോഫിറ്റബിൾ ആണ് എനിവേ. ഓക്കെ. അതുപോലെ ഇത് മറ്റേനൊരു കാർപ്പറ്റ് ഒന്നും ഇല്ലായിരുന്നല്ലോ. ഫ്ലോർ നോർമൽ അല്ലേ? ഇതിനൊരു ചെറിയൊരു കാർപ്പറ്റ് ഒക്കെ കാണുന്നുണ്ട് ഫ്ലോർ. കുഴപ്പമില്ല. നമ്മൾ ഈ ഒരു കണ്ടീഷൻ ആണെങ്കിൽ തന്നെ നമുക്ക് 575 ചാർജ് ചെയ്യാം ഒരു റൂമിന്. അങ്ങനെ നോക്കിയാൽ പ്രോഫിറ്റബിൾ. ഒരു 520 പൗണ്ട് വെച്ച് പ്രോഫിറ്റ് കിട്ടും. അപ്പൊ നമുക്ക് ഓൾറെഡി ഫർണിച്ചർ ഒക്കെ ഉള്ള സ്ഥിതിക്ക് ഇനിഷ്യൽ ഇടുന്ന ഇൻവെസ്റ്റ്മെന്റും കുറവായിരിക്കും. എന്നാ പിന്നെ അത് എടുക്കാൻ നോക്കാം. അതിന്റെ വ്യൂയും കൂടെ അറേഞ്ച് ചെയ്യാൻ നോക്കാം എത്രയും പെട്ടെന്ന്. എന്നിട്ട് അതിന്റെ വീഡിയോസ് ഞാൻ പറഞ്ഞ ഓർമ്മയുണ്ടല്ലോ, എല്ലാം റെക്കോർഡ് ചെയ്യണം. അവരുമായിട്ട് സംസാരിക്കുന്നത്, അത് കണക്ക് വ്യൂയിങ്ങിന് പോകുമ്പോൾ ബെഡ്റൂംസ്, അത് കണക്ക് പറ്റുമെങ്കിൽ ക്യാമറ നോക്കി സംസാരിച്ചാൽ അതും നല്ലത്. എല്ലാം ചെയ്യാം. എല്ലാത്തിനും ട്രാക്ക് റെക്കോർഡ് വേണം. ഓക്കെ. അപ്പോൾ അതെന്തായാലും ചെയ്തു. അതിന്റെ വ്യൂയിങ് എന്തായാലും അറേഞ്ച് ചെയ്യാൻ നോക്കാം. അത് കുഴപ്പമില്ല. ഇതുവരെയുള്ള കേട്ടിട്ട് ഫിഗേഴ്സ് എല്ലാം ഓക്കെയാണ്. ആ ലൊക്കേഷൻ അതിൽ നിന്ന് കുറയ്ക്കാൻ നോക്കണം കേട്ടോ. ഡെഫിനറ്റ്ലി നമ്മള് 1300 അല്ല, കുറച്ച്. ഞാൻ പറഞ്ഞില്ലേ, യു ഷുഡ് ബി അഷെയിംഡ് ഓഫ് യുവർ ഓഫർ. ആ രീതിയിൽ മനസ്സിലായി. ആ രീതിയിൽ എപ്പോഴും ഓഫർ ചെയ്യണം. 1300 പറഞ്ഞാൽ അവര് 1375 കൊണ്ട് നിർത്തും. അതെ, മാക്സിമം കുറയ്ക്കാൻ നോക്കുക. എന്നാലേ നമുക്ക് എന്താ പറയാ, നമ്മള് നല്ലൊരു പ്രോഫിറ്റബിൾ ആയിട്ട് നമ്മളെ കയ്യിൽ വന്നിരുന്നാലും നമുക്ക് മന്ത്ലി പ്രോഫിറ്റ് വരണമല്ലോ. അപ്പോൾ മന്ത്ലി ഉള്ള പ്രോഫിറ്റ് കൂടാൻ നേരത്തെ ഇൻവെസ്റ്റേഴ്സിന് സെല് ചെയ്യാനും എളുപ്പമായിരിക്കും നമുക്ക്. ഓക്കെ അല്ലേ? എന്നാൽ അതിന്റെ വ്യൂയിങ് എത്രയും പെട്ടെന്ന് അറേഞ്ച് ചെയ്യാൻ നോക്കി. ഇതും പോയി കണ്ടോ, അതിൻ്റെ കൂടെ മറ്റേതും കൂടെ അറേഞ്ച് ചെയ്യാൻ നോക്കി നോക്ക്. കാണുന്ന സമയത്ത് തന്നെ ഇതും അവിടെ മുന്നിൽ വെച്ച് സൈറ്റിൽ കയറുക, എന്നിട്ട് ഈ പ്രോപ്പർട്ടിയുടെ കാര്യം ഒന്ന് പറയാം. ഇത് ബ്ലോക്ക് ചെയ്യണമെന്ന് അപ്പൊ തന്നെ മൈൻഡ് മാറുന്നതിന് അപ്പൊ തന്നെ ചെയ്യാം. പറ്റുമെങ്കിൽ ഇപ്പൊ തന്നെ ഒന്ന് കോൾ ചെയ്തിട്ട് അവരുടെ അടുത്ത് അതിന്റെ കൂടെ ഇതിന്റെ കൂടെ വ്യൂയിങ് അറേഞ്ച് ചെയ്യാൻ പറ്റുമെന്ന് ചോദിച്ചു നോക്ക്. നാളെ തന്നെ. അതാകുമ്പോൾ സെയിം ഡേ തന്നെ കിട്ടുമല്ലോ. അതെ, വെറുതെ നമ്മൾ ടൈം വേസ്റ്റ് ചെയ്യണ്ട. മനസ്സിലായില്ലേ? എന്തായാലും നാളെ വ്യൂയിങ്ങിന് പുറത്തിറങ്ങുന്നതാണ്. നാട്ടിലെന്താ ചൂട്, AC ഇട്ട് ഇരിക്കാനേ പറ്റും. അല്ലാതൊരു ഓപ്ഷനും ഇല്ല. ഞാനിന്നിടാം. ഇന്നത്തേക്ക് ഞാനിടാം. ഇന്നലെ ആണോ? നമുക്കിപ്പം ഈ മാസം 2 നമുക്ക് week 4ഉം week 5ഉം ഉണ്ട്. അപ്പോൾ അത് കാരണം ക്വസ്റ്റ്യൻ ആൻഡ് ആൻസർ സെഷൻ. അപ്പോൾ ഡൗട്ട്സ് എന്തുണ്ടെങ്കിലും അതുമായിട്ട് വന്നാൽ മതി, നമുക്ക് ക്ലിയർ ചെയ്യാം. പറഞ്ഞാൽ മതി. ഓക്കെ. Okay, bro. Thanks. No worries, bro. Bye.
അപ്പോൾ അതായിരുന്നു ഇന്നത്തെ മീറ്റിംഗ്. നമ്മൾ സ്റ്റുഡൻറ്റിന് ഒരു പ്രോപ്പർട്ടി എടുക്കാൻ വേണ്ടി പോയി. ആ ഒരു പ്രോപ്പർട്ടി വ്യൂയിങ് അറേഞ്ച് ചെയ്തിട്ടുണ്ട്. ആ ഒരു പ്രോപ്പർട്ടി പ്രോഫിറ്റബിൾ ആണോ എന്ന് ചെക്ക് ചെയ്തു ക്വിക്കായിട്ട്. അവർ കമ്പനിയിലായിട്ട് ഓൾറെഡി അഗ്രി ചെയ്ത് കഴിഞ്ഞു ആ ഒരു പ്രോപ്പർട്ടിക്ക്. അപ്പോൾ ഇനിയിപ്പോൾ നമുക്ക് പ്രോഫിറ്റബിൾ ആണോ നോക്കണം. ആ ഒരു ഏജൻസി അക്സെപ്റ്റ് ചെയ്ത് കഴിഞ്ഞ സ്ഥിതിക്ക് ഇനിയിപ്പോൾ ആ ഏജൻസി കൂടെ നമുക്ക് കൂടുതൽ പ്രോപ്പർട്ടീസ് എടുക്കാൻ പറ്റും. കാരണം അറിയാമല്ലോ, അവർ അക്സെപ്റ്റ് ചെയ്ത് കഴിഞ്ഞുകൊണ്ട് നമ്മൾ അവരുടെ വെബ്സൈറ്റിൽ കയറുക, ബാക്കി പ്രോപ്പർട്ടീസ് ചെക്ക് ചെയ്യുക, പ്രോഫിറ്റബിൾ ആയിട്ടുള്ള ഏതെങ്കിലും ഉണ്ടെങ്കിൽ അവിടെ ചെല്ലുക, പ്രോപ്പർട്ടി കാണുക, ബാർഗെയിൻ ചെയ്യുക, ആ പ്രോപ്പർട്ടി എടുക്കുക. ഇൻവെസ്റ്റേഴ്സിന് സെല് ചെയ്യും, അല്ലെങ്കിൽ നമ്മളെ സ്റ്റുഡൻസിനെ കൊണ്ട് തന്നെ നമ്മൾ എടുപ്പിക്കും. സ്റ്റുഡൻസ് എടുത്താൽ അറ്റ്ലീസ്റ്റ് ഒരു 500 പൗണ്ട് മന്ത്ലി പ്രോഫിറ്റ്, ഇൻവെസ്റ്റേഴ്സിന് സോഴ്സ് ചെയ്യുകയാണെങ്കിൽ 3000 to 4000 പൗണ്ട് പ്രോഫിറ്റ്. അപ്പോൾ അതായിരുന്നു ഇന്നത്തെ ഒരു നോട്ട് എ ഷോർട്ട് വീഡിയോ, ബിഗ് വീഡിയോ.